ഹലോ ഡോക്ടർ. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും വൈറൽ ഫീവറിനെ കുറിച്ചാണ് കേൾക്കുന്നത്. നമ്മുടെ കുട്ടികളിൽ വൈറൽ ഫീവറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഈ സമയത്ത് ധാരാളം കുട്ടികൾ ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ ഒരു കാരണമാണ് വൈറൽ ഫീവർ. വൈറസ് മൂലമുണ്ടാകുന്ന ഒരു പനിയാണിത്. വൈറൽ ഫീവറിൽ പനിക്ക് പുറമെ എന്തെല്ലാം ഉണ്ടാകാമെന്നത് ഏത് വൈറസാണെന്ന് സംബന്ധിച്ചിരിക്കും. ചില വൈറസ് ന്യൂമോണിയ ഉണ്ടാക്കും, ചിലത് ബ്രെയിനിനെ ബാധിക്കും, ചിലത് ലിവറിനെ ബാധിക്കും, ചിലത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കും, ചിലത് ജലദോഷം മാത്രം, ചിലത് പനി മാത്രം. അമ്മമാരുടെ ഒരു പ്രധാന സംശയമാണ് കുട്ടിക്ക് ഹൈ ഡിഗ്രി പനിയുണ്ട്, 104-105 ഡിഗ്രി പനിയുണ്ട്, അപ്പോൾ ഇൻഫെക്ഷൻ ആകാമെന്ന്. എന്നാൽ അങ്ങനെയല്ല. വൈറൽ ഫീവറിലും ആദ്യത്തെ 3 ദിവസം ഹൈ ഡിഗ്രി പനിയായിരിക്കും. 3 ദിവസം കഴിഞ്ഞും ഈ പനി തുടർന്നാൽ ഡോക്ടറെ കാണേണ്ടതാണ്. ഇനി 3 ദിവസത്തിനുള്ളിൽ എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണേണ്ടതെന്ന് നോക്കാം. വൈറൽ ഫീവർ ഇല്ലാത്ത സമയത്ത് കുട്ടി ആക്റ്റീവായിരിക്കും. അങ്ങനെയല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പനിക്ക് പുറമെ ശക്തിയായ ചുമ, വലിവ്, ശക്തിയായ തലവേദന, തലകറക്കം, ശക്തിയായ തൊണ്ടവേദന, ഛർദി, വയറിളക്കം, ദേഹത്ത് തടിച്ചു പൊന്തുക തുടങ്ങിയവയുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ വീട്ടിൽ കുട്ടിക്ക് എന്തൊക്കെ കെയർ കൊടുക്കാൻ പറ്റും? ഈ പനി ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമതായി ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. കഞ്ഞിവെള്ളം മുതലായ ഉപ്പടങ്ങിയ വെള്ളങ്ങളാണ് കൊടുക്കേണ്ടത്. ലഘുഭക്ഷണം മാത്രം കൊടുക്കുക. റെസ്റ്റ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ വിടാതിരിക്കുക. അതുപോലെ പ്രധാനമാണ് പനി കുറച്ച് വെക്കേണ്ടത്. ഒരു ദിവസം പാരസെറ്റമോൾ മാക്സിമം 5 തവണയാണ് കൊടുക്കാൻ സാധിക്കുക. അസുഖങ്ങളെ ശരിയായി മനസ്സിലാക്കിയാൽ ടെൻഷൻ കുറയ്ക്കാം.